നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 4 രൂപത്തിലുള്ളതിനെ നിങ്ങൾ അറക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കരുത്. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഔറ അൽ ബയ്യിനു ഔറുഹ, അതായത് കണ്ണ് കാണാത്ത, കണ്ണിന് വ്യക്തമായ തകരാറുള്ള ഉരുവിനെ തിരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞാൽ അൽ ബയ്യിനു ഔറുഹ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ പരിക്കതിനുണ്ട്, അതിൻ്റെ കണ്ണിന് പരിക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ പാടില്ല. അതേപോലെ തന്നെ അൽ മരീളത്തു അൽ ബയ്യിനു മർദുഹ, വ്യക്തമായി രോഗിയായി കിടക്കുന്ന ഒന്നിനെ, ഏതായാലും ഇത് രോഗിയായി മരിക്കാൻ കിടക്കണം എന്നാൽ പിന്നെ ഉളുഹിയത്തിന് എടുക്കാം, അങ്ങനെയല്ല, രോഗി ആയ മൃഗത്തെ എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ വല അർജാ ഉൽ ബയ്യിനു വലഉഹ, വ്യക്തമായ മുടന്തുള്ളത്. എന്താണ് വ്യക്തമായ മുടന്ത്? പണ്ഡിതന്മാർ പറഞ്ഞു, തൻ്റെ കൂടെയുള്ള മറ്റു മൃഗങ്ങളുടെ കൂടെ നടന്നെത്താൻ പറ്റാത്തത്. എന്നാൽ ചിലതിന് കാലിന് അസുഖം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവരെക്കാൾ സ്പീഡ് ഇതിനായിരിക്കും, അങ്ങനെയുള്ളത് മുടന്തല്ല. അങ്ങനെയുള്ള ആടുകളുണ്ടാകും. അപ്പോൾ തൻ്റെ സഹജീവികളുടെ കൂടെ നടന്നോ ഓടിയോ എത്തുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതെത്താത്ത രൂപത്തിലുള്ള മുടന്തുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ പാടില്ല. അതേപോലെ തന്നെ വല അജഫ അല്ലതീ ലാ തുൻഖി, ഒട്ടും മാംസമില്ലാത്ത എല്ലും തോലുമായതിനെ പിടിച്ചു മറക്കാൻ പാടില്ല. അത്യാവശ്യം ആരോഗ്യമുള്ള നല്ല നെയ്യും മാംസവും ഒക്കെ ഉള്ളതായിരിക്കണം. ഖുർആനിൽ ഒരു ആയത്ത് പോലും വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ഷിആറുകൾ ആരാണോ മഹത്വപ്പെടുത്തുന്നത്, അള്ളമ എന്ന് പറഞ്ഞാൽ വലിപ്പം വെപ്പിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഉളുഹിയത്തിന് വേണ്ടിയുള്ള മൃഗങ്ങളെ നേരത്തെ തന്നെ സെലക്ട് ചെയ്യുകയും നന്നായി ഭക്ഷണവും വെള്ളവും കൊടുത്ത് അതിനെ കൊഴുത്ത് തടിപ്പിക്കുമായിരുന്നു. അത് തഖ്വയുടെ ഭാഗമായി ഞങ്ങൾ കണ്ടിരുന്നു. കാരണം ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പറഞ്ഞത് അത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ്. അപ്പോൾ നാം അറക്കാൻ ഉദ്ദേശിക്കുന്ന ഉരുവിനെ നന്നായി സെലക്ട് ചെയ്യുക, അതിനെ നന്നായി നോക്കുക, അതിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. കേവലം ഒരു പൈസ കൊടുക്കുക എന്നതിനപ്പുറത്ത് അത് ജായിസാണ്, അത് സഹീഹാകും. ഉളുഹിയത്ത് നമ്മൾ ആരെങ്കിലും വക്കീലിനെ ഏൽപ്പിക്കുന്നു, ഇവിടെയോ മറ്റൊരു നാട്ടിലോ ഏൽപ്പിക്കുന്നു, ആ ഉളുഹിയത്ത് സഹീഹാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ സുന്നത്തുകൾ കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, കാത് പൂർണ്ണമായും മറ്റതാണെങ്കിൽ അതിനെ ഉപയോഗിക്കരുത്. അവയവങ്ങളിൽ വ്യക്തമായ വിടവാണത്. എന്നാൽ കാതിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ മുറിവുള്ളൂ. പല കാരണങ്ങൾ കൊണ്ട് കാതുകളിൽ മുറിവുണ്ടാകാം, അത് കുഴപ്പമില്ല. വാലിന് പരിക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പൂർണ്ണമായും വാലറ്റുപോയത്, വാലേ ഇല്ല, മുറിഞ്ഞു പോയതാണ്. പൂർണ്ണമായും ചെവി അറ്റുപോയത്, പൂർണ്ണമായും കൊമ്പ് മുറിഞ്ഞു പോയത്, ചെറിയ പരിക്കാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ കൊമ്പ് മുഴുവൻ മുറിഞ്ഞു പോയതാണെങ്കിൽ ചില ഉലമാക്കൾ പറഞ്ഞത് കൊമ്പ് മുഴുവൻ മുറിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ നല്ലതല്ല എന്നാണ്. അതുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല രൂപത്തിലുള്ള മൃഗങ്ങളെ തന്നെ അറക്കുവാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവനാണ്, നല്ലതല്ലാത്തതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല.